കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി. മക്കളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, നിങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവർ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവർ എല്ലാവരെയും ഈശോയ്ക്ക് കൊടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു. 13-ാം അധ്യായം 1-ാമത്തെ വചനം. ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ അപ്പസ്തോലന്മാർക്ക് വേണ്ടി ഈശോ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നമുക്കും തെരഞ്ഞെടുത്ത് തന്നവരില്ലേ? ദൈവം നമ്മുടെ ജീവിതത്തോടും കൂട്ടിച്ചേർത്തവരില്ലേ? നമ്മുടെ സഹോദരങ്ങള്, കൂടപ്പിറപ്പുകള്, കൂട്ടുകാര്, മാതാപിതാക്കള്, മക്കള്, ബന്ധുമിത്രാദികള്, ഉറ്റ സുഹൃത്തുക്കൾ, അങ്ങനെ പലരെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതാണ്. ദൈവം തന്നതും കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള ഒത്തിരി സ്നേഹങ്ങളില്ലേ, സ്നേഹബന്ധങ്ങളില്ലേ? അവരെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ, എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. യേശുവാണ് നമ്മുടെ അവകാശം. ഇതൊന്നുമല്ല നമ്മുടെ അവകാശം. നമ്മുടെ അവകാശം കർത്താവാണ്. ഇതെല്ലാം ദൈവം തന്നതാണ്. ദൈവം തന്നതല്ല നമ്മുടെ അവകാശം, ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. അവരെയും അവരുടെ വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ഈശോയെ, പേരുകൾ പറഞ്ഞു കൊടുക്കുക. പേരുകൾ ഓരോന്ന് പറ. കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ആദ്യം സമർപ്പിക്കേ. അപ്പനുണ്ടോ, അപ്പൻ്റെ പേര് പറ. അമ്മയുണ്ടോ, അമ്മയുടെ പേര് പറ. മക്കളുണ്ടെങ്കിൽ മക്കള്, കൂടപ്പിറപ്പുകളുണ്ടെങ്കിൽ അവരുടെ എല്ലാ പേരുകൾ പറ. ഇവിടെ അവസ്ഥകളൊക്കെ ഈശോയുടെ പറ. ഈശോ, എൻ്റെ പപ്പയെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, എൻ്റെ മമ്മിയെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ദാനമായി നൽകിയ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവ്, നീ നൽകിയ ഒറ്റ സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹിതരെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഇന്നോളം കൈപിടിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് കൂദാശകൾ പരികർമ്മം ചെയ്തു തന്ന വൈദികരെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്, അല്ലേ? ആ സ്നേഹങ്ങളെ, ആ സ്നേഹബന്ധങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് ഈശോയാണ് എല്ലാറ്റിൻ്റെ അവകാശം. ദൈവമാണ് നമ്മുടെ അവകാശം. ബാക്കിയെല്ലാം ദൈവം തന്നതാണ്. ബാക്കിയെല്ലാം ദൈവം തന്നതാണെങ്കിൽ തിരിച്ച് ദൈവത്തിന് കൊടുക്കണ്ടേ? ദൈവം മാത്രമാകട്ടെ നമ്മുടെ അവകാശം. ദൈവം മാത്രമാകട്ടെ മക്കളെ നമ്മുടെ അവകാശം. ഈശോയെ, ആരെല്ലാം അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം കൊടുത്ത് ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങളെ തുറന്ന് യാചനാപൂർവം പിടിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക. തമ്പുരാന്റെ ആശീർവാദം കടന്നു വരുമ്പോൾ ആ വിഷയത്തിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് നീ വിശ്വസിക്കുക. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ